അസ്സലാമലൈക്കും. ബസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ കല്യാണത്തിൻ്റെ ബാക്കിയാണ്, പാർട്ട് 2 ആണ്. അപ്പോൾ ഞങ്ങൾ ഒരു 11 മണിയായപ്പോഴത്തേക്കും ഞങ്ങളിവിടെ എത്തി കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നിടത്തേക്കാണ് പോയത്. അപ്പോൾ ആദ്യം തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാര്യമെന്ന് വിചാരിച്ച്. അപ്പോൾ തിരക്കൊക്കെ കൂടുമ്പോഴൊക്കെ വലിയ കല്യാണമാണ്, ഭയങ്കര തിരക്കായിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേന്. അപ്പോൾ ഞാൻ വെജിറ്റേറിയനിൽ കയറി കേട്ടോ. എൻ്റെ കൂടെ ജീനും ഉണ്ട്. ജീനു എനിക്ക് നിന്ന് തന്നു. ഇനി അത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് ബിരിയാണി കഴിക്കാനായിട്ട്. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. എല്ലാ കൂട്ടം കറികളും 2 കൂട്ടം പായസമൊക്കെ ഉള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സദ്യയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ ബിരിയാണീൻ്റെ സെക്ഷനിലേക്ക് പോയി. ജീനു ചില്ലും ചിപ്പുമൊക്കെ അതിരുന്ന് ഭക്ഷണം കഴിക്കാനും ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയുമായിരുന്നു കേട്ടോ. ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ട് അടിപൊളി നല്ല ഒരു ഇതായിരുന്നു. കുറേ നാളത്തേന് ശേഷം ആണ് ഞങ്ങളിപ്പോൾ ഒരു കല്യാണമൊക്കെ കൂടുന്നത്. അപ്പോൾ കുറേ നാളായി കല്യാണം കൂടിയിട്ട്. അപ്പോൾ അവരങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ മുഖ്യമന്ത്രി സതീശൻ സാറ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കാന്നു. കാരണം സാധാരണ എൻ്റെ മോളെ കല്യാണത്തിനൊക്കെ സതീശൻ സാറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് പിന്നെ MLA ആയതിന് ഇത്രയും തിരക്കൊന്നുമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി ആയ കാരണം എല്ലാവർക്കും ഭയങ്കര ഫോട്ടോ എടുക്കലും ഒക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഒരു ജാടയില്ലാത്ത ഒരാളാണ് കേട്ടോ സതീശൻ സാറ്. ഞങ്ങളായിട്ടൊക്കെ നല്ല പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ ഏത് സമയത്ത് ഇപ്പോൾ ആരെ കല്യാണമായാലും എന്തായാലും വിളിച്ചാലും ഒരു മടിയില്ലാണ്ട് വരും. പിന്നെ അതുപോലെ തന്നെ ആരോടും ഒരു ജാടില്ലാത്ത ഒരാളാണ്. അപ്പോൾ അത് ആ തിരക്ക് കഴിഞ്ഞു കേട്ടോ. പിന്നെ നേരെ ഞാൻ ബന്ധുക്കളുടെ അടുത്തൊക്കെ പോയിരിക്കുക എന്നുള്ളൊരിതായി. അപ്പോൾ അത് താത്തേൻ്റെ അമ്മയുടെ മകളാണ്. അപ്പോൾ അവർ ഫാമിലിയായിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച് ഇവിടെ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അത് വലിയ അമ്മായിയുടെ മക്കളും മരുമക്കളൊക്കെയാണ് കേട്ടോ. ഇനി അവരോടൊക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത കല്യാണങ്ങൾക്കാണ് ഇനി ഇവരൊക്കെ കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓരോരുത്തരെയും ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. പിന്നെ ഇതുമോനെ അവിടെ കളിക്കുന്നുണ്ട്. ഇന്നലെ വാവുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ പിന്നെ ആ ഒരു പ്രത്യേകതയും കൂടിയാണ്. വാവയും കൂടി ഉള്ള കാരണം കല്യാണത്തിന് വരിക എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ കൂടുതൽ നമ്മളെ ബന്ധുക്കളൊക്കെ കാണുന്ന ആ ഒരു സന്തോഷം. ഇനി കല്യാണം കഴിഞ്ഞ് കുറേ കഴിഞ്ഞാണ് ഞങ്ങൾ മണ്ഡപത്തിൽ നിന്ന് പോവുള്ളൂ. അപ്പോൾ അതൊക്കെ വർത്തമാനം പറഞ്ഞ് നിന്നിട്ടും അങ്ങനെയൊക്കെ ഒരു സന്തോഷമാണ്. പിന്നെ അതിൻ്റെ പുറമെ വാവ് വന്ന ആ ഒരു ഇത് കേട്ടോ. വാവ് ഇന്നലെ കല്യാണം കൂടി. അവർക്ക് ഇന്ന് അവിടെ കുന്നംകുളത്ത് കല്യാണമുണ്ട്. അപ്പോൾ അവരൊക്കെ ഇന്നലെ അങ്ങോട്ട് പോയിട്ടുണ്ടായിട്ടോ. പിന്നെ നമുക്ക് സംസാരിക്കുകയാണ് ഓരോരുത്തരായിട്ട്. കല്യാണം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഐസ്ക്രീമും കാര്യങ്ങളും ഇട്ടുള്ള ഇതാണ് കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ ഐസ്ക്രീം വാങ്ങലൊക്കെയാണ്. ഇത് ഒരമ്മയുടെ പേരക്കുട്ടിയും അതിൻ്റെ ഭാര്യയാണ് കേട്ടോ. അവർ യൂട്യൂബേഴ്സാണ്. അപ്പോൾ ഞങ്ങളോട് വിശേഷമൊക്കെ പറയാണ്. പിന്നെ എൻ്റെ താത്താടെ അനിയത്തിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒരു ഭാഗത്തേക്കാണ് ഒഴിഞ്ഞിരുന്നിക്കുകയാണ്. ഓരോരുത്തരുടെ ഫാമിലി ഓരോരോ സ്ഥലത്ത് ഇങ്ങോട്ട് വട്ടം കൂടിയിരുന്നതാണ്. കട മോനാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും അത് വർത്താനം പറഞ്ഞ് നമ്മൾ പിന്നെ കാണുമ്പോൾ അല്ലേ, കുറേ നാൾ കഴിഞ്ഞ് കാണുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര എന്താ പറയുക, ഒന്നും പറയാനില്ല.
നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, നമ്മളെ ജീവിതത്തിൽ നമ്മൾ കുറച്ച് നാളാണ് നമ്മളെ ജീവിതം കേട്ടോ ദുനിയാവിലത്തെ. അപ്പോൾ ആ ഉള്ള സമയം നമ്മൾ എല്ലാവരുമായിട്ടും നല്ല അടിപൊളിയായിട്ട് ജീവിക്കുക. ഇതിൻ്റെ ഇക്കാക്കയുടെ മോളാണ്. പിന്നെ അമ്മയുടെ കൊച്ചാപ്പാടെ മക്കൾ, കൊച്ചാപ്പാടെ മരുമക്കൾ, പിന്നെ അമ്മയുടെ മക്കൾ, മരുമക്കൾ, ഇതൊക്കെ തന്നെയാണ് നമ്മളെല്ലാ കല്യാണങ്ങളിലും കൂടിയ ആളുകൾ തന്നെയാണ് കൂടുന്നത്. ഇപ്പം ചിലവരൊക്കെ ഗൾഫിലുള്ളവരൊക്കെ പിന്നെ ചില കല്യാണത്തിനൊന്നും കൂടൂലല്ലോ. പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. ഹാളായതുകൊണ്ട് നമുക്ക് മഴയൊന്നും അതിൻ്റെ ഉള്ളിൽ കാണൂല. അപ്പം എല്ലാവരും ഐസ്ക്രീം വീണ്ടും 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 വാങ്ങി കഴിക്കലും ഫോട്ടോ എടുക്കലും ഒക്കെയാണ്. ലാസ്റ്റ് ആകുമ്പോൾ പിന്നെ ഫോട്ടോ എടുക്കുന്നതും സെൽഫി എടുക്കണൊക്കെ തിരക്കാണല്ലോ. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു കല്യാണം എന്നാ. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.